അപ്പം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് എനിക്ക് പണ്ടുണ്ടായിരുന്നു ഉണ്ടമുളക്, പിന്നെ ഇങ്ങനെ ചെറിയ ശകലിച്ചേ ഉള്ളൂ. ഞാനിപ്പോൾ കുറേയൊക്കെ പണ്ട് എൻ്റെ ചെറുതിലെ അങ്ങോട്ടുള്ളതാണ്. ഇപ്പോൾ അത് കാണാനില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇന്നലെ അവരുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയത് കേട്ടോ. കുഞ്ഞുണ്ടമുളക് ഇങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കും ചെറുതായിട്ട്. അപ്പോൾ അത് എനിക്ക് കുറച്ച് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് അതും കുറച്ച് വെള്ളക്കാന്താരി കിട്ടി. വെള്ളക്കാന്താരി തന്നെ അതൊരു ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. പിന്നെ ഇത് കായ ഉണ്ടായി കഴിയുമ്പം ഞാൻ അതിൻ്റെ വീഡിയോയും ഞാനിടാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിനകത്ത് മണ്ണെടുത്തിട്ടിട്ടുണ്ട്. കുറച്ച് മണ്ണ് നമ്മൾ എടുത്തു. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചകിരിച്ചോറിട്ട് കൊടുക്കുക കേട്ടോ. ഫോർട്ടീൻസിൻ്റെ ചകിരിച്ചോറാണിത്. വളമെല്ലാം ഉള്ളതായി ചകിരിച്ചോറ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലിത് ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. ഞാൻ എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ചെടികളായാലും പച്ചക്കറികളായാലും എല്ലാം തൈ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ അപ്പോൾ വേപ്പ് പിണ്ണാക്ക് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചാണകപ്പൊടി എല്ലാം ഇപ്പം നമുക്ക് തൽക്കാലം കുറേശ്ശെ നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ എല്ലുപൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് ഞാനിനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചകിരിച്ചോറൊക്കെ ഉള്ളതുകൊണ്ട് മണ്ണിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നമുക്ക് വേരണേ കിട്ടുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് സാധനം ഞാൻ ചെയ്താലും ആദ്യം ഞാൻ ഇതുപോലൊരു ചട്ടിയിലേ വെക്കത്തുള്ളൂ. ചെറിയ ചട്ടിയിൽ, ഇതുപോലത്തെ ചെറിയ ചട്ടികൾ എൻ്റെ കുറേ ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചട്ടികളിൽ ഞാനിത് സാധാരണ ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വീണ്ടും ഒരു ശകലം ചകിരിച്ചോറ് ഇതിനകത്തോട്ട് അങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുക്കും. നിരത്തി ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ചെറിയൊരു വിടവ് അങ്ങ് അടച്ചും വെച്ച് ഞാൻ അതിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചട്ടി നമ്മൾ വെച്ചിട്ട് ഇത് കുറച്ച് വളർന്ന് കഴിയുമ്പോൾ നമ്മൾ മാറ്റി നടണം. അതിന് ഒന്നീ വലിയ ചട്ടിക്കകത്തോട്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നിലത്താണ് നടുന്നെങ്കിലായാലും പിന്നെ നമ്മളൊരു കുഴി ഒഴിച്ചിട്ട് നല്ലവണ്ണം തടവെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ടങ്ങ് നട്ടു കൊടുത്തേച്ചാൽ മതി. ഇതാകുമ്പം ഇങ്ങനെ തന്നെ നമുക്ക് ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് കെട്ടിയാകുമ്പോൾ ഇങ്ങനെ തന്നെ ഇളക്കി നമ്മൾ അതുപോലെ തടവെടുത്തും വെച്ച് കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് ഇതിനെ അതുപോലെ അങ്ങ് താത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആഴത്തിൽ കയറി വരും. അത് ഭയങ്കരമായിട്ട് ഇത് വളർന്നു വരുന്നത്. ഞാൻ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത്. അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ മഴ സീസണായി വരുന്നില്ല. അപ്പോൾ ചട്ടി തന്നെ ഇനിയിപ്പോൾ ചട്ടി മേടിച്ച് അതിൽ വെക്കാനാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അതാണ് നല്ലത്. അപ്പോൾ കുറേശ്ശെ നമ്മൾ മണ്ണ് അതാകുമ്പോൾ നമുക്ക് കുറേശ്ശെ മണ്ണ് മതി. കണ്ടില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ മണ്ണ് ഇട്ട് നമ്മളതിനകത്തോട്ട് ഈ മുളക് അല്ല എന്ത് സാധനമായാലും നമ്മൾ അതിനെ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കുഴിച്ച് വെച്ച് കൊടുത്തേച്ചാൽ മതി. നമ്മൾ കുറച്ചുകൂടെ മണ്ണിട്ട് അവരെ അങ്ങ് നികത്തി കൊടുക്കണം. ഇത് ഇങ്ങനെ നമ്മൾ നട്ട് വളർത്തി കൊടുത്താൽ ഇത് ഇനിയിപ്പം അങ്ങ് വളരും. ഇത് എവിടെയെങ്കിലും മാറ്റി നമ്മൾ വെച്ചിരുന്ന് അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ദിവസവും ഒന്ന് തളിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ട് കൊടുത്താൽ ഒക്കെ നല്ല ആരോഗ്യമുള്ള തൈകളാണ് ഇതും. നമുക്കെപ്പോഴും പിന്നെ പച്ചക്കറികൾ നമ്മൾ മേടിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള തൈകൾ മേടിക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നന്നായി കിട്ടത്തില്ല അതിനെ. അപ്പം അങ്ങനെ ഇതുപോലെ ഞാൻ നട്ട ഒരു പിന്നെ വെണ്ടയാതേണ്ടത് കണ്ടോ, നല്ല ആരോഗ്യത്തോടെ അത് കിളിച്ച് വരുന്നത് കണ്ടില്ലേ?
കണ്ടോ ഇതുപോലെ ഇതെല്ലാം ഞാൻ എല്ലാ പച്ചക്കറികളായാലും ചെടികളായാലും ഒക്കെ ഇതുപോലെ ചെറിയ എന്തോ ഇതിനകത്ത് വളർത്തി അവർ വേരൊക്കെ നല്ലോണം പിടിച്ച് കുറച്ച് വളർന്നു എന്ന് കണ്ടു കഴിയുമ്പം നമ്മൾ വേറെ വലിയ ചട്ടിക്കകത്തോട്ട് മാറ്റുകയോ അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ തന്നെ ഇതിനെ വളമൊക്കെ ഇട്ട് കുഴിച്ചും കൂടി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ ബുഷാണ്, ഭയങ്കര എന്തോന്നായിട്ടത് കിളിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇതെല്ലാം ഒന്ന് ചെയ്തേക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം.